ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. നമ്മുടെ കുടുംബത്തെ ശിഥിലമാക്കാവുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതാണ് സബ്സ്റ്റൻസ് ദുരുപയോഗം എന്ന് പറയും. സബ്സ്റ്റൻസ് അബ്യൂസ്. ഈ ഒരു കാര്യം കുടുംബാംഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആ കുടുംബം ശിഥിലമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽപ്പെടുന്നതാണ് കള്ള്, കഞ്ചാവ്, അങ്ങനെയുള്ള ഒരുപാട് സബ്സ്റ്റൻസ്. അതിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ കുടുംബം ശിഥിലമാകാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു ചെറുപ്പക്കാരൻ, ഒരു കോളേജ് വിദ്യാർത്ഥി, അവനെ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതായിരുന്നു. പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ട് കറുത്തിരിക്കുന്നു, മുഖത്തിൻ്റെ ആ ശോഭയെല്ലാം മാറിയിരിക്കുന്നു. അപ്പം ഞാൻ ആ കുടുംബാംഗങ്ങളോട് ചോദിച്ചു, ഇവന് എന്തു പറ്റി? ഇവന് ഇതുപോലെ മാറ്റം വന്നിരിക്കുന്നത്? അവൻ്റെ ഷെയ്പ്പും മാറി, അവൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ ഐശ്വര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോഴവർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, 2 വർഷമായിട്ട് അവൻ കഞ്ചാവിൻ്റെ അടിമത്വത്തിലാണ് അവൻ കഴിയുന്നത്. അതവൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ, ശരീരത്തിലേക്ക് നോക്കിയാൽ, സ്വഭാവത്തിലേക്ക് നോക്കിയാലെല്ലാം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റുമായിരുന്നു. പറയുണ്ട്, സബ്സ്റ്റൻസ് അതേതാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ദുരുപയോഗം വ്യക്തികളെ നശിപ്പിക്കും, കുടുംബത്തെ ശിഥിലമാക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ക്ഷണസുഖം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നത് ക്ഷണസുഖം, താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം, ആശ്വാസം. അത് ദുരിത ജീവിതം സമ്മാനിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ഞാനൊരിക്കൽ ഷാലോം TV-യിൽ അവരിങ്ങനെ കുറച്ച് വ്യക്തികളെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഏതാണ്ട് മരണവക്കിൽ എത്തി നിൽക്കുന്ന വ്യക്തികളാണ്. ചിലർക്കൊക്കെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ടു, ഇനി മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു. അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ വന്നത് എന്നറിയാമോ? ഉടനെ അവർ മറുപടി പറഞ്ഞത്, ഞങ്ങളുടെ കുടി, ഞങ്ങളുടെ കഞ്ചാവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ ദുരുപയോഗം. അതാണ് അവർ ഏറ്റുപറഞ്ഞൊരു കാര്യം. പുകവലി, മദ്യപാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരുന്നത് ക്ഷണസുഖമാണ്, പക്ഷെ പിന്നീട് വരുന്നത് ദുരിത ജീവിതമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം ആദ്യത്തെ 2 വചനങ്ങൾ വായിച്ചാൽ ഈ മദ്യപാനിയുടെ ജീവിതത്തിലേക്ക്, അതുപോലെ തന്നെ ജഡസുഖത്തിന് അടിമയായി മാറിയിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ളവർ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ പരിണതഫലമായിട്ട് വരാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇഫക്റ്റായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ആരോഗ്യം നശിക്കും. നമുക്കറിയാമല്ലോ, അമിതമായി കുടിച്ചവർ, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലേക്ക് പോയവർ, എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആരോഗ്യം നശിക്കും, അവയവങ്ങൾക്ക് കേടുവരും, അവർക്ക് ഉത്കണ്ഠയുണ്ടാകും, ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകാം, ബന്ധങ്ങൾ താറുമാറാകും. കള്ളും കഞ്ചാവും അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് കുടുംബാംഗങ്ങളുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഒരു നല്ല ബന്ധം ഉണ്ടാകില്ല. അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ച നിശ്ചയമായിട്ടും അവരുടെ കുടുംബത്തിനുണ്ടാകും. കേസ്, മറ്റ് പൊല്ലാപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചെന്നുപെട്ടിരിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് നടത്തിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ. മാത്രമല്ല, ഇവർക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാകും, തീരുമാനമെടുക്കാൻ അവർ വിസമ്മതിക്കുകയും ചെയ്യും. അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് അകാല മരണം. എത്രയോ വ്യക്തികൾ ഓവറായിട്ട് മദ്യപിച്ച് 30-35 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ലിവർ സിറോസിസും പിടിച്ച് മരിച്ചുപോയ സംഭവങ്ങളുണ്ട്. ഒരിക്കൽ മലയാള മനോരമ കരൾ കരിയും കേരളം എന്ന് പറഞ്ഞ് ഒരു പങ്ക്തി, അതിനകത്ത് ഈ മദ്യപാനം, അതുപോലെ മയക്കുമരുന്ന് ഇവ മൂലം നശിച്ച വ്യക്തികൾ, നശിച്ച കുടുംബങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണ് അതിനകത്ത് കൊടുത്തിരുന്നത്. പറയുന്നുണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മളെ വ്യക്തിപരമായിട്ടും നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും എന്നുള്ള
യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. മാത്രമല്ല, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചെന്ന് പെട്ടുകിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നതും മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരുടെ മോചനത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.